നമസ്കാരം. കുറച്ച് ദിവസത്തേക്ക് കാശൊന്ന് മറിക്കാൻ കിട്ടിയിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ട്. അങ്ങനെയുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഒരു പേഴ്സണൽ ലോൺ ആപ്പ് ഉണ്ട്, RBI അപ്രൂവ്ഡ് ആണ്. വളരെ എളുപ്പത്തിൽ കുറച്ച് നല്ലൊരു എമൗണ്ട് നമുക്ക് കിട്ടും. കുറച്ച് ദിവസത്തേക്ക് കിട്ടും, ഒരുപാട് നാളത്തേക്കൊന്നും കിട്ടില്ല. അങ്ങനെയുള്ള ഒരു ലോൺ ആപ്പാണ്. സോ ഇതിന്റെ വിശദാംശങ്ങൾ പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോകൾ യഥേഷ്ടം നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. നല്ലൊരു കമ്പനിയാണ്. ആദ്യം തന്നെ നമുക്ക് കമ്പനിയുടെ കുറിച്ചിട്ട് ഒന്ന് മനസ്സിലാക്കാം. ഈ ഒരു കമ്പനിയുടെ പേര് കൊമേരിയോ ലീസിംഗ് ആൻഡ് ഫൈനാൻഷ്യൽസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന ഡൽഹി ആസ്ഥാനമായിട്ടുള്ള ഒരു കമ്പനിയാണ്. 1740 NBFCയുടെ റോലാണ് ഇവരുടെ പേര്, കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അവരുടെ CIN നമ്പർ കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് എന്തായാലും ലോൺ ആപ്പിന്റെ വിശദാംശങ്ങളിൽ പോവാം. 3000 രൂപ മുതൽ 1 ലക്ഷം രൂപ വരെയാണ് ഇവരുടെ എമൗണ്ട് കൊടുക്കുന്നത്. 3000 മുതൽ 1 ലക്ഷം രൂപ വരെ. ഇൻട്രസ്റ്റ് റേറ്റ് അത്രയേ ഉള്ളൂ, 0.5 to 1%. മന്ത്ലിയാണ് ഇൻട്രസ്റ്റ് റേറ്റ്. കാരണം ഇവർ 3 ദിവസത്തിൽ മുതൽ 35 ദിവസം വരെ ലോൺ കൊടുക്കുന്ന ഒരു ഷോർട്ട് ടേമിൽ ലോൺ കൊടുക്കുന്ന ഒരു കമ്പനിയാണ്. ഷോർട്ട് ടേം എന്ന് പറഞ്ഞാൽ മന്ത്ലി അല്ല, ഡേയ്സിൽ ലോൺ കൊടുക്കുന്ന ഒരു കമ്പനിയാണ്. പ്രീ ക്ലോഷർ ചാർജ് കാര്യങ്ങളൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഒരാഴ്ച കൊണ്ട് വാങ്ങിച്ചു പിറ്റേതാഴ്ച കൊടുക്കുക, അങ്ങനെയുള്ള പരിപാടിയാണ്. ജസ്റ്റ് പണം നമ്മൾ നാട്ടിൽ ആരോടെങ്കിലും കടം വാങ്ങിച്ച് പെട്ടെന്ന് തിരിച്ചു കൊടുക്കുന്ന ഒരു പരിപാടിയില്ല, അത്തരത്തിലുള്ള ഒരു പരിപാടിയാണ്. നോ പ്രീപേയ്മെന്റ് ചാർജ് ഇല്ല. അതുപോലെ തന്നെ APR വരുന്നത് 15% മുതൽ 35% വരുന്നത്. നെറ്റ് മന്ത്ലി സാലറി 45,000 രൂപയ്ക്ക് മുകളിലുള്ളവർക്ക് മാത്രമേ കിട്ടുള്ളൂ. 45,000 രൂപയ്ക്ക് മുകളിൽ, ഒന്നുകിൽ 45,000 അല്ലെങ്കിൽ അതിന് മുകളിൽ ഉള്ള ആൾക്കാർക്കാണ് കിട്ടുക. ചെറിയ എമൗണ്ട് ഉള്ള ആൾക്കാർക്കൊന്നും കിട്ടില്ല. അത് ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാണ്. അത്ര എമൗണ്ട് ഉണ്ടായിരിക്കണം. സോ എല്ലാം RBI അപ്രൂവ്ഡ് ആണ്. സിമ്പിൾ ആയിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടി ഇവരുടെ വെബ്സൈറ്റിൽ കയറിയിട്ട് ഇവിടെ അപ്ലൈ നൗ എന്ന് പറഞ്ഞിട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇനി ഇവരുടെ കമ്പനിയുടെ പേര് എന്ന് പറഞ്ഞത് എക്സ്പ്രസ് ലോൺ എന്നാണ്. എക്സ്പ്രസ് ലോൺ. ഇവിടെ കസ്റ്റമർ കെയർ നമ്പർ ഉണ്ട്. ഈ നമ്പറിൽ നിങ്ങൾ കോൾ ചെയ്ത് നോക്കാം. മെയിൽ ഉണ്ട്, മെയിലിൽ നിങ്ങൾക്ക് കണക്ട് ചെയ്യാം. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും 50K ലോൺസ് അപ്രൂവ്ഡ് ആയിട്ടുണ്ട്. അതായത് അത്രയേറെ ലോൺസ് നമ്പർ ഓഫ് എണ്ണം കൊടുത്തിട്ടുണ്ട്. 25 വർഷമായിട്ട് ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു എക്സ്പെർട്ടൈസ് ആണ്. അതുപോലെ തന്നെ 10K പ്ലസ് സാറ്റിസ്ഫൈഡ് ക്ലയൻസ് ഇവർക്കുണ്ട്. ഇതിന്റെ പെർസെന്റേജ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു കാൽക്കുലേറ്റർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ സ്റ്റെപ്സ് കൊടുത്തിട്ടുണ്ട്. ഒന്ന് അപ്ലിക്കേഷൻ ആദ്യം കൊടുക്കുക, പിന്നെ ലോണിന്റെ ഡോക്യുമെന്റേഷൻ, പിന്നെ അപ്രൂവൽ, പിന്നെ ഫണ്ടിങ്. ഇത്രയുള്ള ഒരു 4 പ്രൊസീജിയർ ആണുള്ളത്. പ്രീപേയ്മെന്റുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. വീണ്ടും RBIയുടെ അംഗീകാരം, അതിന്റെ കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കമ്പനിയുടെ പേര് ഒന്നുകൂടി പറയുന്നു, കൊമേരിയോ ലീസിംഗ് ആൻഡ് ഫൈനാൻഷ്യൽ പ്രൈവറ്റ് ലിമിറ്റഡ്. ഇവരുടെ അഡ്രസ് വരുന്നത് ഉത്തർപ്രദേശിലാണ്, നോയിഡയിലാണ്. കോൺടാക്ട് നമ്പർ ഇവിടെ ഉണ്ട്. ടൈമിംഗ് ഉണ്ട്, മൺഡേ ടു സാറ്റർഡേ 9:30 മുതൽ 6:30 വരെ ഇവരുടെ ഓഫീസ് വർക്ക് ചെയ്യും. അതുപോലെ തന്നെ RBIയുമായി ബന്ധപ്പെട്ടുള്ള കുറെ വിവരങ്ങൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. RBIയുടെ സൈറ്റിലൊക്കെ ചെക്ക് ചെയ്ത് നോക്കി. ഇനിയിപ്പോൾ ഈ കൊമേരിയോ ലീസിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ്, ഫൈനാൻഷ്യൽസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനിയുടെ വെബ്സൈറ്റിലും കയറിയിട്ട് നോക്കി. ആ വെബ്സൈറ്റിൽ കയറി നോക്കിയ സമയത്ത് അവരുടെ പ്രോഡക്ട്സ് എന്ന് പറഞ്ഞിട്ട് എക്സ്പ്രസ് ലോൺ എന്ന് പറഞ്ഞ പ്രോഡക്റ്റ് ഇവിടെ കാണാൻ പറ്റും. ഈ ഒരു സ്ഥാപനത്തിന്റെ സൈറ്റാണ്, NBFCയുടെ സൈറ്റാണ്. അതിനകത്ത് വേറെ ഒന്നും ഉണ്ടാവില്ല. അതിനകത്ത് ആകെ ഉണ്ടാവുക എങ്ങനെയാണ് അവർ ലോൺ കൊടുക്കുന്നത് അതിന്റെ കാര്യങ്ങളാണ്. അപ്പോൾ അവർ പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞ സെക്ഷനിൽ നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റും. അവിടുന്ന് ഡയറക്റ്റ് ചെയ്യാം. അതേപോലെ തന്നെ ഇവരെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാനുള്ള അഡ്രസ്സും മെയിൽ IDയും എല്ലാം കാര്യം കൊടുത്തിട്ടുണ്ട്. NBFCനെ കോൺടാക്ട് ചെയ്യാനുള്ള അഡ്രസ്സ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലുള്ള ഒരുപാട് ഇൻസ്റ്റന്റ് പേഴ്സണൽ ലോൺ ആപ്പുകളുണ്ട്. ഇത് ആദ്യമായിട്ടാണ് ഞാനിപ്പോൾ ഒരു ഡേയ്സിൽ ഇപ്പോൾ എത്ര 5 days 10 days അങ്ങനെയുള്ള കുറച്ച് ഡേയ്സിൽ ലോൺ കൊടുക്കുന്ന ആപ്പുകൾ ആദ്യമായിട്ടാണ് നമ്മൾ കാണുന്നത്. അതും RBI അപ്രൂവ്ഡ് ആണ്. അപ്പം നമുക്ക് ദിവസത്തിൽ കൊടുക്കാം, മാസത്തിൽ കൊടുക്കുക, ഇയറിൽ കൊടുക്കുക, അങ്ങനെ പലതരത്തിലും കൊടുക്കാൻ നമുക്ക് പറ്റും. പക്ഷേ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും ഈ ഡേയ്സിലൊക്കെ വാങ്ങിക്കുന്നത് കൃത്യമായിട്ട് നമ്മൾ തിരിച്ചടച്ചില്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ഇൻട്രസ്റ്റ് റേറ്റ് ആയിരിക്കും നമ്മുടെ തലയിൽ അവർ ചാർജ് തരിക. ഒരു തരത്തിലുള്ള ബ്ലേഡ് കാശ് നമ്മൾ വാങ്ങിക്കുമല്ലോ കുറെ ആളുകൾ, ബ്ലേഡ് പലിശക്കാർ. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരിൽ നിന്ന് വാങ്ങിക്കുന്ന സെയിം മോഡൽ തന്നെയാണ് ഈ പറഞ്ഞ എല്ലാ പേഴ്സണൽ ലോൺ ആപ്പ്, ഇൻസ്റ്റന്റ് പേഴ്സണൽ ലോൺ ആപ്പും. നല്ല ഇൻട്രസ്റ്റ് റേറ്റ് ആണ്. നമുക്ക് തിരിച്ചടക്കാൻ പറ്റുമെങ്കിൽ മാത്രം നമ്മൾ ഇതിൽ നിന്ന് ലോൺ എടുക്കുക. തിരിച്ചടക്കാൻ പറ്റില്ല എന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ അതിനെ അവഗണിക്കുക എന്നതാണ്. ഒരിക്കലും എടുക്കാതിരിക്കുക. ലോൺ എടുത്തതിന് ശേഷം പിന്നെ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നിൽക്കരുത്. ലോൺ എടുത്തു, തിരിച്ചടക്കാൻ പറ്റുന്നില്ല, അവർ അതിന്റെ മേലിൽ ഇൻട്രസ്റ്റ് ചാർത്തി, വീണ്ടും ചാർത്തി. ബജാജ് ഫിൻസർവിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാം, 9% ഇൻട്രസ്റ്റ് റേറ്റ്. തിരിച്ചടവ് കണ്ടിന്യൂസ് ആയിട്ട് അവർ മുടക്കി കഴിഞ്ഞാൽ അവർ 18% അതിനെ കൊണ്ടുപോകും. പിന്നെ നമ്മൾ പോയിട്ട് ഇവർ 18% അറക്കവാളാണ് എന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അത് അവരുടെ ലോൺ ഡോക്യുമെന്റിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. നമ്മൾ ലോൺ പെൻഡിങ് ആക്കി കഴിഞ്ഞാൽ ഇതിന്റെ ചാർജ് കൂട്ടും, ചെക്ക് ബൗൺസ് ചാർജ് വരും. അതുപോലെ തന്നെ ഈനാച്ച് മാൻഡേറ്ററി കട്ടായി കഴിഞ്ഞാൽ അതിന്റെ ചാർജ് വേറെ വരും, ഇൻട്രസ്റ്റ് റേറ്റ് കൂടും. ഇതിന്റെയൊക്കെ GST, പ്രോസസിംഗ് ഫീസ്, അങ്ങനെയൊക്കെയുള്ള പലതരത്തിലുള്ള ചാർജ് അടിച്ച് കയറ്റി വരും. പിന്നെ നമുക്ക് താങ്ങുന്നതിന് അപ്പുറത്തായിരിക്കും. പിന്നെ നമ്മൾ എന്ത് പറഞ്ഞിട്ടും നമുക്ക് ഒരു കാര്യമില്ല. അത് അങ്ങനെ തന്നെയാണ് ഇവർ എത്രയോ കാലങ്ങളായിട്ട് ചെയ്യുന്ന, അങ്ങനെ തന്നെയാണ്. കൃത്യമായിട്ടുള്ള ലോൺ അടച്ചു പോകുന്നതിന് ചെറിയ ഇൻട്രസ്റ്റ് റേറ്റിൽ എന്നും ലോൺ കിട്ടിക്കൊണ്ടേയിരിക്കും. അടക്കാൻ പറ്റുന്ന എമൗണ്ട് എടുക്കുക, അടക്കാൻ പറ്റാത്ത എമൗണ്ട് ഒരിക്കലും എടുത്തിട്ട് ഒരു പരിപാടിക്കും നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യരുത്. ഇപ്പോൾ പല ആപ്ലിക്കേഷൻ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ലോൺ അപ്രൂവ്ഡ് എന്ന് പറഞ്ഞ് കാണിക്കും. നമ്മൾ ക്ലിക്ക് ചെയ്താൽ ലോൺ കിട്ടും. തിരിച്ചടക്കാൻ പറ്റില്ലെങ്കിൽ നമ്മൾ പണിയാവും. അതുകൊണ്ട് അങ്ങനെ ലോൺ കിട്ടുന്നു എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് എടുത്ത് ചാടി ചെയ്യരുത്. എന്തെങ്കിലുമൊക്കെ
അത്യാവശ്യ ഘട്ടത്തിൽ കൊടുക്കാനൊക്കെ പറ്റും. എടുത്തു കഴിഞ്ഞാൽ അത് അടക്കാൻ പറ്റുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം എടുക്കുക. ഇപ്പോൾ ലോൺ ആപ്പുകളുടെ ഒരുപാട് വിവരങ്ങൾ വരും ദിവസങ്ങളിലെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, കോളേജ് ഒക്കെ അവർക്കൊന്ന് അയച്ചു കൊടുക്കുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. മറ്റൊരു മികച്ച വീഡിയോ നമ്മൾ നാളെ കാണാം. ഇറ്റ്സ് മീ ഷോണി സൈനിങ് ഓഫ്. ബൈ.